സ്വാമിജി പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കാരണം ഹനുമാന് പർവ്വതം എടുത്തിട്ട് ഇങ്ങനെ പറന്നു പോകുമ്പോൾ അതിനൊരു ഭാഗം വീണിട്ടാണ് ഈ ഒരു മരുതുക മല എന്ന ഈ ഒരു മല ഉണ്ടായിരുന്നാണ്. ദിവസങ്ങളിലൂടെ വരും മലയിലൊക്കെ വന്നിട്ടേ പോയും കാലത്തുള്ള ഒരുപാട് ഗുരുക്കന്മാർ സ്വാമിമാർ ധ്യാനത്തിലിരുന്നത് ഈ ഒരു സ്ഥലത്തായിട്ടാണ് വരുന്നത്. ഞാൻ ഞായറാഴ്ചയും ഭക്ഷണ വിതരണം ഉണ്ട് കേട്ടോ. ഈ ഒരു ആ മലയുടെ ഏറ്റവും ടോപ്പിൽ എത്തുന്നവരുള്ള സ്റ്റെപ്പ് ടോപ്പിൽ കാണുന്നത് കന്യാകുമാരി പട്ടണം കേട്ടോ. മൊത്തത്തിൽ അതായത് ആ കാണുന്നല്ല വിവേകാനന്ദ പാറ കാണുന്ന. പിന്നെ ചട്ടമ്പി സ്വാമിയൊക്കെ ഈ ഗുഹയിൽ മേളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ആ ഗുഹയിൽ സൈക്കോ ട്രാവലർ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും അസ്ലമും കൂടി ഇന്നൊരു യാത്ര പോവാണ്. മറ്റുകൊണ്ടല്ല, നമ്മുടെ കന്യാകുമാരി ധനുഷ്കോടിയും രാമേശ്വരം ഒക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ പ്രത്യേകത ഉണ്ട്. ലോ ബഡ്ജറ്റ് ട്രിപ്പാണ്. അതുപോലെ തന്നെ 1000 രൂപ കൊണ്ടാണ് നമ്മൾ ഈ പറഞ്ഞ എല്ലാ സ്ഥലങ്ങളും എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഒരു അടിപൊളി 2-3 എപ്പിസോഡായിട്ടാണ് വീഡിയോ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ആദ്യം നമ്മൾ കന്യാകുമാരി പോകും. അവിടെ നിന്ന് മധുര വഴി ധനുഷ്കോടി രാമേശ്വരം അങ്ങോട്ട് പോകാനാണ് പ്ലാനിങ് ഉള്ളത്. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനാകട്ടെ. ഇവിടെ നമ്മളിപ്പം പോകാൻ വേണ്ടി പോകുന്നത് മാവേലി എക്സ്പ്രസ്സിനാണ്. അതായത് ഡയറക്റ്റ് ആഴ്ചയിൽ ദിവസം ഡയറക്റ്റ് ട്രെയിൻ ഉണ്ടായിരുന്നു. അതായത് കൊച്ചുവേളി വീക്ക്ലി സ്പെഷ്യൽ ഉണ്ടായിരുന്നു. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട് 5:45 പക്ഷേ ആ ട്രെയിൻ ഇന്നില്ല. ഇന്നുണ്ട്, പക്ഷെ നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ലല്ലേ. ഫുള്ള് വെയിറ്റിംഗ് ലിസ്റ്റും കാര്യങ്ങളും ബുക്ക് ചെയ്യാൻ ലേറ്റ് ആയിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഡെയിലി ഉള്ള മാവേലി എക്സ്പ്രസ്സിന് ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ നാളെ രാവിലെ തിരുവനന്തപുരത്താണ് ടിക്കറ്റ് എടുത്തത്. തിരുവനന്തപുരത്ത് നിന്ന് നാളെ രാവിലെ 6:30 എത്തിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ എന്ത് ചെയ്യും, ഇവിടത്തോട്ട് പോകും. കന്യാകുമാരിയിലോട്ട് ബസ്സിനോ മറ്റു വാഹനങ്ങളോ ആശ്രയിച്ച് പോകാനാണ് പ്ലാനിങ് ഉള്ളത്. ലിഫ്റ്റ് അടിച്ച് പോകാൻ വിചാരിച്ചാലും പക്ഷെ നമ്മൾ ലിഫ്റ്റ് അടിക്കുന്നില്ല. ടൈമില്ല. നാളെ അറിയാലോ ഇത് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ബസ്സിൽ കയറിയിട്ട് പോവാട്ടോ.
ബസ് അവിടുന്ന് എടുത്തു കേട്ടോ. കറക്റ്റ് സമയത്ത് കഴിയുമ്പോൾ കറക്റ്റ് 6:50 നമ്മൾ ബസ് എല്ലാ ദിവസവും രാവിലെ 6:50 ബസ് തിരുവനന്തപുരം സെന്ററിൽ നിന്ന് ബസ് എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബസ് ഇനി ഏകദേശം ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നാഗർകോവിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. തമിഴ്നാട്ടിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. കളയിക്കവാള എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. അപ്പോൾ നമ്മുടെ ബസ് തമിഴ് എഴുത്തും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. അവിടെ ഒരു ചർച്ച് ഉണ്ട്. പിന്നെ തമിഴ്നാട്ടിൽ ബസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബസ് മുന്നോട്ട് പോവാണ്. കാരണം നമ്മുടെ ഈ ഒരു ബസ്സിൽ കേരളത്തിലുള്ള ആൾക്കാർ കുറവല്ലേ. പൊതുവെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബസ്സിൽ കൂടുതലായിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഏകദേശം 50 കിലോമീറ്റർ അധികം ദൂരമുണ്ട് നമ്മുടെ നാഗർകോവിലോട്ട് പോയിട്ട് അവിടുന്ന് എന്ത് ചെയ്യണം, 20 കിലോമീറ്റർ ദൂരമുണ്ട് കന്യാകുമാരി. അവിടുന്ന് ലോക്കൽ ബസ് കിട്ടും, അത് തീരുന്നില്ല. അപ്പം നമുക്ക് ഇവിടുത്തെ എന്തായാലും ബസ്സിൽ അവർ കാഴ്ചകൾ നല്ലൊരു ഹൈവേയിലെത്തിങ്ങനെ കാണിച്ചാണെന്ന് വിചാരിച്ചാൽ കാഴ്ചകൾ കാണാം. നോക്കി ബസ് ഏകദേശം കലയിക്കവാള എന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു കേട്ടോ. നമ്മൾ കന്യാകുമാരി എത്താൻ വേണ്ടി നാഗർകോവിൽ എത്താൻ വേണ്ടി ഏകദേശം 40 കിലോമീറ്റർ കൂടി ദൂരമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ഫുള്ള് മലകൾക്കിടയിലുള്ള നേരെയുള്ള ഏകദേശം ഈ ഒരു നാഷണൽ ഹൈവേ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെ സ്ട്രെയിറ്റുള്ള ഹൈവേയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ചുറ്റും മലകളും കാര്യങ്ങളും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഈ ഒരു വഴി ജസ്റ്റ് കാണിച്ചു തരാം. ചുറ്റും മലകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മലകൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് സൈഡിലൊക്കെ ആയിട്ട്. മുമ്പോട്ട് മലകളും കാര്യങ്ങളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും. നമ്മളങ്ങനെ രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത് യാത്ര. ഇപ്പൊ സമയം 9 മണിയായല്ലേ? 8:44 ആകുമ്പോഴേ നമ്മൾ നാഗർകോവിൽ എത്തി. ബസ് നല്ല സ്പീഡും കാര്യങ്ങളൊക്കെ. നമ്മൾ വന്ന ബസ് ഇവിടെ കിടക്കുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലാണ്. ഇവിടുന്ന് നേരെ കന്യാകുമാരി 20 കിലോമീറ്റർ ഉണ്ട് കന്യാകുമാരിയിലോട്ട് പോവാണ്. അപ്പോൾ നാഗർകോവിൽ ബസ് സ്റ്റാൻഡ് വലിയൊരു ബസ് സ്റ്റാൻഡാട്ടോ. ഒരുപാട് ബസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട്. ഈ ഒരു സർവീസ് ആയിട്ട് നമ്മൾ KSRTC പോകുന്ന അങ്ങോട്ടേക്ക് KSRTC ബസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ കന്യാകുമാരി ബസ് ആ ഒരു സൈഡ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്നെ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് കന്യാകുമാരി എത്തൂല്ലേ? അരമണിക്കൂർ കൊണ്ട് പിടിക്കുന്നു വിചാരിക്കാം. അരമണിക്കൂർ കൊണ്ട് നമ്മൾ മാക്സിമം കന്യാകുമാരി എത്തിയിട്ട് കന്യാകുമാരി ആ ഒരു ബീച്ചും ആ ഒരു സ്ഥലങ്ങളൊക്കെ കണ്ടിട്ട് ഫുള്ള് കാണിച്ചു തന്നിട്ട് ഇന്ന് രാത്രി കാര്യം പറയുന്നത് കന്യാകുമാരി നമുക്ക് എന്തായാലും മല കയറാനൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് നോക്കാം. നമ്മൾ കന്യാകുമാരി ബസ് ഇതാ അവിടെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ കന്യാകുമാരി പോയിട്ട് ബസ് ഇതാണ്ട് ഇവിടെ കിടക്കുകയാണ്. ഈ ഒരു ബസ്സിലാണ് കന്യാകുമാരി പോകേണ്ടത്. അപ്പോൾ നമ്മൾ അവിടെ ചോദിച്ചു തരാം. ഈ ഒരു ബസ്സാണ് പറഞ്ഞത്. കന്യാകുമാരിക്ക് ഇവിടുന്ന് ബസ്സിൻ്റെ കളർ ഇഷ്ടംപോലെ ബസ്സിൻ്റെ കളർ മാറ്റിയിട്ടുണ്ട് ഇവിടെ അല്ല, 2 തരം കളറായിട്ടാണ് വരുന്നത് തോന്നുന്നു. ഇതാണ് നമ്മൾ കന്യാകുമാരി ഇപ്പോൾ ബസ് ഇവിടെ കിടക്കുന്നതാണ് ബസ്. ഇത് വേറൊരു ബസ്സിലാണ് പോവാണ്. അസലമേ എന്താണ് പറയാനുള്ളത്? കന്യാകുമാരിയിലെത്തി കന്യാകുമാരി എത്തുകയാണ്. ഈ ഒരു ബസ്സിൽ നമ്മൾ കയറുകയാണ്. നമ്മൾ കന്യാകുമാരി ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പം നമ്മൾ തിരുവനന്തപുരം സെൻറ്ററിൽ നിന്ന് നാഗർകോവിലോട്ട് ഏകദേശം 85 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അവിടത്തോട്ട് ഒരാൾക്ക് ബസ്സിൻ്റെ റേറ്റ് വരുന്നത് TNRTC അതായത് തമിഴ്നാട് റോഡ് ട്രാൻസ്പോർട്ടേഷൻ റേറ്റ് വരുന്നത് 72 രൂപയാണ് കേട്ടോ. ഒരാൾക്ക് റേറ്റ് വരുന്നത്. രാവിലെ മുതൽ എല്ലാ സമയത്തും ഇടവിട്ട് ബസ് സർവീസ് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് നാഗർകോവിലിന് കന്യാകുമാരി പോകുന്ന ബസ്സിലാണ്. ബസ്സിൽ കാഴ്ചയുള്ളത് ചെറിയൊരു ബസ്സാട്ടോ. ബസ് സ്റ്റാൻഡ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ബസ്സിനുള്ളിൽ കയറി കേട്ടോ. ബസ്സിന് കീയാറായി. നമ്മളെ മരുതകമല ലൊക്കേഷനിലേക്ക് എത്താനായി. കന്യാകുമാരി എത്തുന്നതിന് മുമ്പ് എത്രയും 290 മീറ്റർ മല കയറാൻ വഴിയാണ് പോകുന്നത്. അപ്പം കന്യാകുമാരി എത്തുന്നതിന് മുമ്പല്ലേ ഇത് 12 കിലോമീറ്റർ 800 കിലോമീറ്റർ നടക്കണം. നടക്കണം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റോപ്പിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോവാണ്. കീനോ ഇതന്നെ സ്റ്റോപ്പ് തന്നെ മരുതകമല ഇതന്നെ കീനോ. അപ്പൊ ഇതന്നെ മരുതകമല. നമ്മള് കീനോട്ടോ. അസല നമ്മളെങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ നമ്മളെ ബസ് കാണ്ടേ പോവാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് നേരെ പോയി കഴിഞ്ഞാൽ നമ്മൾ തിരുവനന്തപുരം എത്തും. അതുപോലെ തന്നെ
കന്യാകുമാരി ഈ റോട്ടിലാണ് ഉള്ളത്. ഏകദേശം എത്ര കിലോമീറ്റർ? കൊച്ചി പനവേൽ ഹൈവേ. നമ്മളെ മരുതകമല ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. ഇവിടുന്ന് കാണുന്നില്ലല്ലോ, ജസ്റ്റ് കാണിച്ചു കൊടുത്തേ. അതാണ് നമ്മുടെ മരുതകമല. എനിക്ക് തോന്നുന്നു മരുതകമലയിൽ അധികം ആരും എത്തിപ്പെട്ടിട്ടില്ല. കാരണം എല്ലാവരും പോകുന്നത് ആ ഒരു വിവേകാനന്ദ പാറ, കന്യാകുമാരി ബീച്ച് ഒക്കെ. പക്ഷേ ഈ ഒരു സ്ഥലത്തെ കുറിച്ച് പലർക്കും അറിയില്ല. പക്ഷെ നമ്മളിത് വീഡിയോ എടുത്ത് നിങ്ങൾക്ക് എത്തിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് എത്ര മീറ്റർ ഉണ്ട്? 700 മീറ്ററാ? 700 മീറ്ററും കൂടി നടന്നിട്ട് വേണം നമ്മൾ ഒരു വഴിയിലൂടെ നടന്നിട്ട് വേണം നമ്മൾ മരുതകമലയിൽ എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അസ്ലം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഹോട്ടലുണ്ടാവുക? അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാട്ടോ. ഇവിടെ ഹോട്ടലിൽ നിന്ന് കാണുന്നില്ല. കന്യാകുമാരിയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ കന്യാകുമാരി എത്തുന്ന മരുതകമല സ്റ്റോപ്പിലെത്തി. നമ്മൾ വിചാരിച്ച് കന്യാകുമാരിയിൽ നിന്ന് വേറെ റൂട്ടായിരിക്കും വിചാരിച്ചു. പക്ഷേ കന്യാകുമാരിയിൽ നിന്ന് വേറെ റൂട്ടല്ല. കന്യാകുമാരി പോകുന്ന വൈകി, നാഗർകോവിൽ കന്യാകുമാരി പോകുന്ന വൈകി എത്തുന്നതിന് മുമ്പ് അവിടെ തെറ്റിപ്പോലാണ് ഈ റൂട്ടും കാര്യങ്ങളും വരുന്നത്. അപ്പം ഹോട്ടൽ ഇതോട്ടാ, അതൊരു ഹോട്ടലാണെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ ചെറിയൊരു ഹോട്ടൽ കണ്ടു കേട്ടോ. അപ്പോൾ ആ ഹോട്ടലിൽ കയറാൻ വേണ്ടിയിട്ടാണ്. കഴിക്കാന്നുള്ളതെന്ന് ചോദിച്ചാൽ കഴിക്കാൻ ദോശ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളി. ചെറിയ ഹോട്ടലല്ലേ, പഴയ ഹോട്ടലല്ലേ? ആ, ദോശ ഉണ്ട്. ഇവിടുന്ന് മരുതകമലയിലോട്ട് കുറേ ഉണ്ടോ നടക്കാൻ? മരുതകമല കുറേ നടക്കാനുണ്ടോ? 5 മിനിറ്റ്സ് നടക്കാറുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ദോശ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചിട്ട് കാണാം. ഒരു നാടൻ രീതിയിലുള്ള ഫുഡാട്ടോ. അതായത് ഇലയിലാണ് ഇവിടെ, പ്ലേറ്റിലല്ല ഇലയിലാണ് ഇവിടെ ഫുഡ് വളർന്നത്. അതായത് ചെറിയൊരു കുരുമുളക് പൊടിയും കാര്യങ്ങളും തന്നിട്ടുണ്ട്. 2 ദോശയും 2 തരത്തിലുള്ള കറിയും. അതിലെ ഫുഡ് എങ്ങനെയുണ്ട്? ഫുഡ് വേറെ തന്നെ ടേസ്റ്റാണ്. അടിപൊളിയല്ലേ? നമ്മളെ നാട്ടിലത്തെ ദോശ തന്നെയാണ് ഇത്. നല്ല അടിപൊളി ദോശ കേട്ടോ. മരുതകമല അടുത്താണ് ഈ ലൊക്കേഷൻ വരുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ കഴിച്ചത് 3 ദോശയും 6 ദോശയും ഒരു ഇതാക്കിയിട്ട് എത്ര പൈസ ആയത്? 42 റുപ്യ ആയിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ കേരളത്തിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയ പൈസക്ക്, നമ്മൾ വലിയ തട്ടയുടെ കയറാണ്ട് ചെറിയ തട്ടയുടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസക്ക് നല്ല ഭക്ഷണം നല്ല ചൂടോടെ ഉണ്ടാക്കി തരുന്ന ഒരു കുടുംബം നടത്തുന്ന ഒരു ഹോട്ടലും കാര്യങ്ങളൊക്കെയാണ്. ഹോട്ടലിൽ ചെറിയൊരു തട്ടുകടയാണ് നിങ്ങൾ പിറകെ കാണുന്നത്. അപ്പോൾ ഈ ഒരു തട്ടുകട, അപ്പോൾ ഈ ഒരു തട്ടുകട നമ്മൾ ഫുഡ് കഴിച്ചത്. അപ്പോൾ നമ്മൾ ചെറിയ തട്ടടി കയറി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസക്ക് നല്ല ഭക്ഷണം, നല്ല എന്താ പറയുക, ആരോഗ്യത്തിന് നല്ല ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ നമ്മൾ അസ്ലം ആ ഒരു കടയിൽ പോയിട്ട് പഴം കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മരുതകമല ആടെ കിടക്കുകയാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തിരുവനന്തപുരം, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കന്യാകുമാരി. അപ്പം ആ ഒരു മലേൻ്റെ മുകളിലാണ് നമ്മളിനി കയറാൻ വേണ്ടി പോകുന്നത്. നല്ല വെയിലാട്ടോ, നല്ല വെയിൽ, നല്ല അടിപൊളി വെയിലാണ്. അസ്ലം ആ ഒരു തട്ടടയിൽ കടയിൽ കയറിയിട്ട് പഴം പറിക്കുകയാണ്. അസ്ലമേ ഏതാണ് പഴം? ഏതാന്ന്? 1 റുപ്യ ഏതാടാ? അപ്പോൾ പൈസ പറഞ്ഞില്ല. നമ്മൾ മരുതകമലയോട്ട് നടക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് വഴി കാണുന്നത്. മരുതകമല അവരവിടെയല്ല. അപ്പൊ 2 വഴികൾ മുമ്പിൽ കാണുന്നുണ്ട്. എന്ത്? അവർ പഴനിന്ന് വന്ന ആൾക്കാർ ഉണ്ട വഴികളിൽ പോയിട്ട് ആ കേരളയിൽ വന്ന ആൾക്കാർ ഉണ്ട വഴികളിൽ ഒരു ബോർഡ് കാണിക്കുന്നത്. 2 ബോർഡ് അവിടെ കാണുന്നുണ്ട്. നമുക്ക് എന്നാലും നോക്കാം ബോർഡ് എന്താ ബോർഡ് നോക്കാം. അപ്പോൾ ഇവിടെ 2-3 ബോർഡ് കാണുന്നുണ്ട്. ഇതാ എനിക്ക് തോന്നുന്നു അതാണ് ബോർഡ് തോന്നുന്നു കേട്ടോ. ഫുള്ള് തമിഴിലായത് കൊണ്ട് അണ്ണാ വന്ന് മരുതകമലൈ വന്ന് വാണക്കിയേ വന്നിത്. അപ്പം ഈ റോഡാണ് നമ്മളെ മരുതകമലയിലോട്ട് ഉള്ളത്. അണ്ണാ വന്ന് മലയ്ക്ക് എന്ന് പറയുന്നത് അവിടെ എഴുതിയിട്ടുള്ളത്. ഇന്ത വഴിയിലോട്ട് പോകലാന്ന് പറയണത്. അപ്പം നമ്മളിതാ അവർ മല എത്തിയിരിക്കുകയാണ്. ഇവിടെ 2 ബോർഡ് ഉണ്ട്. നമ്മൾ അസ്ലം അവർ കന്നഡ തമിഴല്ലേ, തമിഴ് ഇത് വായിച്ചേ. അണ്ണാ വന്ന് മരുതകമല ഇന്ത വഴി പോകണം. ആ എന്താ അതാണ് സംഭവം. അതല്ല, അണ്ണാ വന്ന് മരുതകമല ഇന്ത വഴി പോകണം. അതെ, ഇവിടെ ഇങ്ങനെ വേയാമ്പലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വഴി പോയേക്കാം. എൻ്റെ അസ്ലമ നോക്കിയേ, സീനറി ആട്ടോ. അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അമ്മ എന്ത് മരുതകമലേ? നേരെ പോയാൽ മതി. ഓക്കെ. അപ്പോൾ നമ്മൾ അമ്മ പറഞ്ഞത് നേരെ പോയാൽ മതി എന്ന് പറഞ്ഞു. നേരെ പോയിട്ട് നമ്മൾ ആ മണ്ടയിൽ ഏറ്റവും ടോപ്പിൽ കയറിയിട്ട് അവിടെ നിന്ന് അടിപൊളിയായിട്ട് കാഴ്ചകൾ കാണിച്ചിട്ടാണ് നമ്മൾ പ്ലാനിങ്. ഓക്കെ. നമ്മൾ കന്യാകുമാരിയുടെ മരുതകമലയിലെ താഴെയുള്ള ഗ്രാമത്തിൻ്റെ നടുവിൽ സെൻറ്ററിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്. ചെറിയൊരു ഗ്രാമം കേട്ടോ മരുതകമലയിൽ. നമ്മളെ മുമ്പിലായിട്ട് തന്നെ
വലിയ മരുതുമലയും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇവിടെ കുറേ വീടുകൾ കാണാം. ഇവിടെ ചെറിയ ചെറിയ വീടുകൾ ഓല കൊണ്ട് മേനതും അതുപോലെ തന്നെ ആ വീടുകളും കാര്യങ്ങളും നമുക്ക് ഈ ഒരു പരിസരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ ഇനി കുറച്ച് ദൂരം അവിടെ ചെറിയൊരു ക്ഷേത്രം നല്ല സെൻട്രലായിട്ട് ക്ഷേത്രമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ആ മരുതുമലയുടെ ടോപ്പിൽ ക്ഷേത്രമൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ട്രാവലുണ്ട് കേട്ടോ ഇവിടെ. നമ്മൾ മലൻ്റെ ഏറ്റവും അടുത്ത് എത്തി കേട്ടോ. മരുതിക സെറ്റ് മല മലയെ കുറിച്ച് മല എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊന്നുമല്ല. ഒരു മൂന്നാറിലൊക്കെ പോലെ കിടിലം വ്യൂ ആവട്ടെ. അതിൻ്റെ ടോപ്പിൽ കയറി തന്നെ കാണുക. ഇവിടെ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മൾ ഏകദേശം ആ കയറ്റത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇവിടെ ഒരു ചെറിയ കടയുണ്ട്. നമ്മളെന്തായാലും ടെൻറ്റ് ഈ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ട്, കാരണം ടെൻറ്റ് എനിക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ടെൻറ്റ് ഈ കടയിൽ ഏൽപ്പിച്ചിട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ റൂട്ട്. ഇവിടെ നിന്നാണ് നമ്മൾ ട്രെക്കിങ് ആ ഒരു മരുതുമലയുടെ ടോപ്പിലൊരു ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എന്തോ അസലമേ തമിഴിലെന്തോ എഴുതിയിട്ടുണ്ട്. ഇന്ത ഉലകത്തിലെ മക്കൾക്ക് ഞാൻ കാപ്പാത്തുങ്കോ എന്ന് പറഞ്ഞിട്ട് എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. നമുക്ക് എന്താണെന്ന് അറിയില്ല. വ്യക്തമായിട്ട് നമുക്ക് ഒരു അറിയുന്നവരോട് ചോദിക്കല്ലേ, അതാണ് നല്ലത്. അതുകൊണ്ട് ഇവിടെ വേറെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ചെറിയ കടകളൊക്കെ ഉണ്ട്, ഗ്രാമങ്ങളും കടകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിനടുത്തായിട്ട് എന്തോ പാറക്കെട്ടും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം. ഇവിടെ മഴക്കാലമൊക്കെ ആണെങ്കിൽ മൊത്തം വെള്ളമൊക്കെ ഒഴുകി വരുന്ന തരത്തിലുള്ളൊരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അതിനടുത്ത് പോയിട്ടുള്ള അതിൻ്റെ ഒരു കാഴ്ചകൾ കാണാൻ. നോക്കിയാൽ പാറയാട്ടോ. ഇവിടെ ചെറിയൊരു വെള്ളം സംഭരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് പോയിട്ട് മരുതുമല കയറാം. എന്തായാലും നമ്മൾ അസലമ കയറ്റം സ്റ്റാർട്ട് ചെയ്തു. അസലമേ കോൺക്രീറ്റ് ഉള്ള വഴികളാട്ടോ. കോൺക്രീറ്റ് പറ. പിന്നെ പടവുകളിലേക്ക് അസലം എത്തിയിരിക്കുകയാണ്. അസലം എങ്ങനെയുണ്ട് ഈ അനുഭവം? പറ. കയറിയിട്ടില്ല സ്റ്റാർട്ടിങ്. ഓ ഫുള്ള് സ്റ്റെപ്പാട്ടോ. നോക്കിയേ ഇവിടുന്ന് തന്നെ ഇപ്പം വ്യൂ പോയിന്റ്സ് കണ്ടു തുടങ്ങി. അപ്പോൾ നമ്മൾ ആ ഒരു ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ പോയിന്റ് ആയിരിക്കും എന്നതിന് മനസ്സ് പറയാണ് ഗൈസ്. അപ്പോൾ ഇവിടെ നമ്മൾ ആശാനെ കണ്ടു കേട്ടോ. എവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ആശാൻ ഉണ്ടാവും. കാരണം ആശാൻ്റെ മെയിൻ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയാണ് ഇത്. ആൾ കുറച്ച് കലിപ്പാണ്. നമ്മൾ അങ്ങോട്ടേക്ക് പോകണ്ട. ഇവിടെ എന്തോ പൂജയും കാര്യങ്ങളും നടക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. മൂപ്പർക്ക് കുപ്പി കിട്ടിയിട്ടുണ്ട് കേട്ടോ. മൂപ്പർക്ക് ആൾ കുപ്പി ആയിക്കോട്ടെ. ഫുള്ള് സ്റ്റെപ്പാട്ടോ. ഞാൻ വിചാരിച്ച് നമ്മൾ സാധാരണ മല കയറുന്ന പോലെ കയറണം. പക്ഷേ ഇതൊരു മുകളിൽ ക്ഷേത്രം അതുപോലെ തന്നെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് ഇവിടെ ആൾക്കാർക്ക് കയറാൻ വേണ്ടി സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്ന് ഏകദേശം ഒരു കാഭാഗത്തിൻ്റെ കാഭാഗം എത്തിയിരിക്കുകയാണ്. അസലമേ ഫസ്റ്റ് വ്യൂ ഒന്ന് കാണിച്ചേ. സ്റ്റാർട്ടിങ് എത്ര അങ്ങോട്ട് എൻ്റെ മോനെ. അപ്പോൾ ടോപ്പിൽ പോയി എങ്ങനെ ഉണ്ടാവും? ഫുള്ള് കന്യാകുമാരി മൊത്തം കാണും. ബീച്ച് വരെ കാണാമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം കുറച്ച് സ്റ്റെപ്പ് ഉണ്ടാവും. അതുപോലെ തന്നെ കുറച്ച് വഴികൾ കുണ്ടും മയ്യും നിറഞ്ഞ വഴികളുണ്ടാവും. അപ്പം അതിന് മുകളിൽ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. അതിനെ പോകുന്ന വഴിയിലായിട്ട് കുറേ ടെമ്പിളും കാര്യങ്ങളും. ഇപ്പോൾ സ്റ്റെപ്പ് കാണിച്ചിട്ട് ഇപ്പോൾ സ്റ്റെപ്പ് നമ്മൾ ശബരിമലയിലേക്കുള്ള പോലുള്ള സ്റ്റെപ്പും കാര്യങ്ങളും കാണിച്ചു തരാം. എന്നാൽ എനിക്ക് ഈ ഒരു സംഭവം ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം വേസ്റ്റ് പ്ലാസ്റ്റിക് ചവറുകൾ ഇവിടെ ഇടുക. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും തമിഴിലൊക്കെ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഒരു നല്ലൊരു സംഭവം കേട്ടോ. നോക്കിയേ അസലമേ സ്റ്റെപ്പ് നോക്കിയേ. ഫുള്ള് നീളത്തിലുള്ള സ്റ്റെപ്പാട്ടോ. അങ്ങനത്തോളം ആ മലയുടെ ഏറ്റവും ടോപ്പിലെത്തുന്നവരുള്ള സ്റ്റെപ്പാണ്. ടോപ്പിലൊരു ടെമ്പിൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് വേണമെങ്കിൽ നമുക്ക് മിനി ഹരിഹർ ഫോർട്ട് വേണമെങ്കിൽ വിശ്വസിക്കാം. നോക്കട്ടെ നേരെയുള്ള സ്റ്റെപ്പ് കേട്ടോ. അവർ കുന്നിൻ്റെ മുകളിലോട്ടേക്ക്. ഈ ഒരു സ്റ്റെപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത കല്ല് പാകി ഉണ്ടാക്കിയതല്ല കേട്ടോ. മറിച്ച് ഇത് പാറക്കല്ല്. ഈ ഒരു പാറക്കല്ല് വലിയ പാറക്കല്ല് കൊത്തിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് അങ്ങത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കിയേ അങ്ങത്തോളം ഈ ഒരു സ്റ്റെപ്പ് പാറക്കല്ല് ഒരു സ്റ്റെപ്പിൻ്റെ അടയാളത്തിൽ നോക്കിയേ കയറുന്ന അടയാളത്തിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ വ്യൂ ഉണ്ടോ? എന്ത് രസമല്ലേ, അടിപൊളിയല്ലേ? അപ്പോൾ നമ്മുടെ അസലം അവിടെ വിശ്രമിക്കാൻ വേണ്ടി അവിടെ നിന്നിട്ടുണ്ട് തണലത്ത്. അപ്പോൾ ഇവിടെ നമുക്ക് ശിവലിംഗം കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ശിവലിംഗത്തിൻ്റെ ഫോട്ടോ കാണാൻ വേണ്ടി പറ്റും. മുകളിൽ ശിവലിംഗം ഉണ്ടാവും അങ്ങനെ തോന്നുന്നു കേട്ടോ. നോക്കിയേ അടിപൊളി. അപ്പോൾ ഈ കുന്ന് കയറുന്തോറും നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിട്ട് ചെറിയ ചെറിയ പ്രാർത്ഥനാലയം നടക്കുന്ന സ്ഥലങ്ങളും പൂജ നടക്കുന്ന സ്ഥലങ്ങളും ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ചെറിയ സ്വാമി അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് പേരെന്നാ? കണ്ണൻ. ഇവിടെ ആ ഗുരുജി ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കേട്ടോ. നമുക്ക് എന്തായാലും ഈ വഴിയാണ് പോകേണ്ടത്. എന്ത് വഴിയല്ലേ? ഓക്കെ. അപ്പം ഈ വേറെ കയറിയിട്ട് വേണം നമ്മൾ മുകളോട്ട് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒന്ന് കച്ചവടം കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും.
കടയുണ്ട് കേട്ടോ. വെള്ളം, സംഭാരം, നെല്ലിക്ക. സംഭാരം നെല്ലിക്കൊക്കെ ഉണ്ട്. നിങ്ങൾ പേരെന്താണ്? എൻ്റെ പേര് മണിയുണ്ട്. ഇവിടെ തന്നെയാണോ? ഇവിടെ തന്നെ. മലയാളൊക്കെ? സ്ഥലം നെയ്യാറ്റിങ്കര. നെയ്യാറ്റിങ്കര അല്ല, വെറുതെ അല്ല ഇവല്ലേ. ഓക്കെ, നമ്മൾ പോയിട്ട് വരാം, മോള് പോയിട്ട് വരാം. നമ്മള് കണ്ണൂരാണ്. അപ്പോൾ ഇവിടെ മലയാളികളൊക്കെ ഉണ്ട് കേട്ടോ. നെയ്യാറ്റിൻകരക്കാർക്ക് ഇവിടെ കച്ചവടം നടത്തുന്നുണ്ട്. എല്ലാവരും മലയാളി. എൻ്റെ പേര് പ്രതാപൻ. യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ട്. ഞാൻ ഭജന ഭക്തി ഗാനമൊക്കെ പാടാൻ പോയിട്ടുണ്ട്. ഇന്ന് കാര്യം ചെയ്, നമ്മൾ വരുമ്പോൾ ഒരു ഭക്തി ഗാനം പാടാം. ഓക്കെ ഓക്കെ. എപ്പോഴും വരും? കയറിട്ടിപ്പം വരും. കുറേ ഉണ്ട്, കയറാൻ കുറേ ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ ഏത് പാട്ട് വേണമെങ്കിലും പാടും. ഇവിടുന്ന് മോളോട്ടേക്ക് കയറാൻ വേണ്ടി കുറേ ഉണ്ടോ? ഏത് ദേവനെ കുറിച്ചുള്ള ഭജനയും ഗാനങ്ങൾ പാടും. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഉണ്ട് എൻ്റെ പാട്ട്. ഉണ്ടല്ലേ? വിശദമായിട്ടൊരു ഇന്റർവ്യൂ എടുക്കേണ്ടി വരും. ഡോക്യുമെന്ററിയിൽ നമ്മളിവിടെ അഭിനയിച്ചിട്ടുണ്ട്. ഒരു സീരിയൽ എടുത്തിട്ടുണ്ട്. സീരിയൽ എടുത്തിട്ടുണ്ടല്ലേ? മൃതസഞ്ജീവിനിയുടെ കഥ. മൃഗസഞ്ചേരി എന്ന് പറഞ്ഞിട്ട് ഒരു കഥ. അതിൻ്റെ കഥ വെച്ച് ഇങ്ങനെ ആലിൻ്റെ ഇതാണ് എടുത്ത് നമ്മൾ മൃതസഞ്ജീവിനിയായിട്ട് കൊടുക്കണമൊക്കെ. അങ്ങനെ അതിലൊരു വലിയൊരു നടിയൊക്കെ ഉണ്ട്. നടിയൊക്കെ വന്നിട്ട് അവരെല്ലാം വന്നാണ് എടുത്തത്. നമ്മൾ 1 മണിക്കൂർ അഭിനയിച്ച് എനിക്ക് അതിനുള്ള കാശ് വന്നല്ലേ? അപ്പൊ ഇവിടുന്ന് മോളോട്ടേക്ക് കുറേ ദൂരം ഉണ്ട്. ഇവിടുന്ന് ഞാനിവിടെ വന്നിട്ട് 24 വർഷമായി. 24 വർഷമായി. ഞാൻ മേലെ പിള്ളത്തളം ഗുഹയിലാണ് ഇരുന്നത്. പിള്ളത്തളം ഗുഹയിൽ? പിള്ളത്തളം ഒരു ഗുഹയുണ്ട്. അപ്പൊ ഇവിടുത്തെ ചരിത്രം എങ്ങനെയാ വരുന്നത്? ചെറുതായിട്ട് ഇവരുടെ ചരിത്രം പണ്ട് നാരായണ ഗുരു പിന്നെ ചട്ടമ്പി സ്വാമിയൊക്കെ ഈ ഗുഹയിൽ മേളിൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ ആ ഗുഹയിലാണ് ഞാനും ഇരുന്നത്. അങ്ങനെ വലിയ ദിവ്യന്മാര്, ഋഷീശ്വരന്മാര്, മുനിമാര്, സിദ്ധന്മാരെല്ലാം ഇവിടെ ഇരുന്നിട്ടുണ്ട്. പിന്നെ ജലം തിരട്ടി എന്ന് പറയുന്ന ഒരു പച്ചല ഇവിടെ ഉണ്ട്. കാട്ടുകൊടി എന്ന്. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ട് 24 വർഷമായി. പിള്ളത്തളം ഗുഹയിൽ 10 വർഷം 12 വർഷം വരെ ഇരുന്നു. അവിടെ തന്നെ ഇരിക്കുകയും പിന്നെ ഈ കന്യാമാർജുന ഇവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ പോയി കുളിക്കുക. പിന്നെ ഇവിടെ പാലാറുമല എന്നൊരു സ്ഥലമുണ്ട്, അവിടെ ദിവ്യന്മാരൊക്കെ ഇരുന്നിട്ടുള്ള ഇപ്പോഴും നല്ലൊരു പുണ്യ സ്ഥലമാണ് അവിടെ. അപ്പോൾ ഈ മല മൊത്തത്തിൽ അങ്ങനെയാണ്. ഒരു 300 ഹെക്ടർ ഉണ്ട് ഈ മല. അപ്പോൾ ഹനുമാൻ ഇങ്ങനെ കൊണ്ടുവന്ന വഴിക്ക് മൃഗസഞ്ജീവൻ എടുക്കാൻ പോയി കൊണ്ടുവന്ന വഴിക്ക് അടർന്നു വരുന്നതാണ്. ഒരു ഭാഗമാണ് ഈ മരുത്വമല. അപ്പം മൃഗസഞ്ജീവനി വരെ ഇവിടെ ഈ മലയിലുണ്ട്. പക്ഷെ ആർക്കും അറിയില്ല. കണ്ടെത്താൻ പറയുമ്പോൾ ആർക്കും കാണാൻ പറ്റില്ലല്ലോ. പിന്നെ അവര് അനുഭവത്തോടുകൂടി കിട്ടിയാൽ നമുക്ക് എടുക്കാം എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരുപാട് കഥകളുണ്ട്. എന്റെ പേര് പ്രതാപൻ നായർ. പ്രതാപൻ നായർ എന്ന് പറയുമ്പോൾ പ്രതാപൻ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ജാതി മതം പറയേണ്ട കാര്യമില്ലെങ്കിലും പറഞ്ഞതാ. അങ്ങനെ എന്റെ സ്വന്തം സ്ഥലം ബിദിരയാണ്. ബിദിര പട്ടംകുളിച്ചപാറ. ബിദിര പട്ടംകുളിച്ചപാറ സ്വന്തം സ്ഥലം. കുടുംബം പാങ്ങപ്പാറയാണ്. തിരുവനന്തപുരം പാങ്ങപ്പാറ. അങ്ങനെ ഇവിടെ വന്നിട്ട് 24 വർഷമായി. പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഭക്തി ഗാനം പാടാൻ പോകും, ഭജന അങ്ങനെയുള്ള കാര്യം. പിന്നെ ഡോക്യുമെന്ററി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. സിനിമക്കാരുടെ ചെറുതായിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ ഒരു കലാപരമായ നമ്മൾ എല്ലാ രീതിയിലും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ്. പിന്നെ ഇപ്പം നമ്മൾ ആത്മീയ വഴിയിൽ പോകുന്നു. പിന്നെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ഇങ്ങനെ കച്ചവടമായിട്ടൊക്കെ ഇരിക്കുകയാണ്. അപ്പൊ എന്തായാലും ആള് നല്ല അടിപൊളി ഭക്തിഗാനം കാര്യങ്ങൾ പാടുന്ന ഒരു വ്യക്തിയാണ്, സ്വാമിയാണ്. അപ്പൊ സ്വാമിയുടെ പാട്ട് നമുക്ക് എന്തായാലും മല കയറി വന്നിട്ട് കാണാം. ഓക്കെ, നമ്മൾ മല കയറിയിട്ട് വരാം എന്തായാലും. ശരിയാണ്. നമ്മുടെ സ്വാമിജി പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. കാരണം ഹനുമാന് പർവ്വതം എടുത്തിട്ട് ഇങ്ങനെ പറന്നു പോകുമ്പോൾ അതിനൊരു ഭാഗം വീണിട്ടാണ് ഈ ഒരു മരുതുക മല എന്ന ഈ ഒരു മല ഉണ്ടായതെന്നാണ് ചരിത്രങ്ങൾ പറയുന്നത്. അപ്പോൾ വീണ്ടും നമ്മൾ മുകളോട്ട് കയറുമ്പം ചവിട്ടിപ്പടികൾ മുകളോട്ടേക്ക് പോവാണ്. ഓരോ സ്ഥലത്ത് ഇങ്ങനെ ക്ഷേത്രങ്ങളുണ്ട് കേട്ടോ. അതിന് വ്യൂ പോയിൻറ്റും കല്ലുകൾ കൊത്തിയുണ്ടാക്കിയ ശില്പങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. നോക്കിയേ, ശിവലിംഗം ഉണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി അവിടെയൊക്കെ ശില്പങ്ങൾ ഇവിടെ കൊത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 1 കാസ്റ്റ് 1 റീജിയൻ 1 ഗോഡ് ഫോർ മെൻ എന്നൊക്കെ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് ഇവിടെ എഴുതി കൊത്തി വെച്ചിട്ടുണ്ട്. കാരണം ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വഴികളൊക്കെ കല്ലിലുള്ള പാറയെ കൊത്തിവെച്ച വഴികളും കാര്യങ്ങളൊക്കെയാണ്. നോക്കിയേ, ആ ഒരു വ്യൂ പോയിൻ്റ് കണ്ടോ, നല്ല വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. എൻ്റെ പിറകിൽ കാണുന്നത്, അതായത് മലയുടെ ഏറ്റവും സെൻട്രലായിട്ട് വരുന്ന നമ്മുടെ ഹനുമാൻ അമ്പലമാണ്. ഇത് കാണുന്നതാണ് ഹനുമാൻ അമ്പലം. അപ്പോൾ ഇവിടെ കയറുമ്പോൾ ചെരുപ്പ് വയ്ക്കാൻ പാടില്ല, ചെരുപ്പ് ഇടാൻ പാടില്ല. ചെരുപ്പ് വഹിച്ച് നമ്മൾ ഉള്ളോട്ട് കയറുകയാണ്. ഇതൊക്കെ പാറയെ കൊത്തിയെടുത്താന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നോക്കിയേ, ചെറിയൊരു അറൻ്റെ രൂപത്തിലായിട്ടാണ് സംഭവങ്ങളെ കൊടുത്തിട്ടുള്ളത്. 2 കുഞ്ഞു നായ്ക്കുട്ടികൾ അവിടെ ഉണ്ട്. നോക്കി, ഇതൊക്കെ പാറയാട്ടോ, ശരിയായ പാറയാണ്. ഇവിടെ നമ്മുടെ ഗണപതിൻ്റെ ചിത്രം കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ട, പാറ നല്ല വീതി കൊത്തിവെച്ചിരിക്കുകയാണ്. ഇത് കണ്ട നിങ്ങൾ, ഈ ഒരു കൂടാരത്തിൻ്റെ അവിടെയായിട്ട് ഇവിടെ ഒരു കൂടാറുണ്ട്. സ്വാമിയുടെ പേരെന്താണ്? എൻ്റെ പേര് പൊന്നുസ്വാമി. പൊന്നുസ്വാമി. സ്ഥലം കന്യാകുമാരി തന്നെ. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രസമായിട്ടുള്ള വ്യൂ പോയിൻറ്റും കാര്യങ്ങളും ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഹനുമാൻ ടെമ്പിളിൻ്റെ
അതായത് മരുതകുമാലിൻ്റെ സെൻട്രലായിട്ടാണ് ഈ ഒരു ഹനുമാൻ ടെമ്പിൾ വരുന്നത്. അപ്പോൾ ഇവിടെ അടുത്തായിട്ട് തന്നെ നല്ല വ്യൂ പോയിൻ്റ്, ആ ഒരു കന്യാകുമാരിൻ്റെ ഓവറോൾ ആയിട്ടുള്ള വ്യൂ പോയിൻ്റ് നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. നോക്കിയാൽ അടിപൊളിയായിട്ട് മൊത്തം കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മൾ വീണ്ടും മല കയറാൻ തുടങ്ങി കേട്ടോ. നമ്മളെ ഹനുമാൻ ടെമ്പിൾ ഇത് അവിടെ കിടക്കാൻ ആ റൂട്ട് പോയാൽ നമ്മളിപ്പോൾ കണ്ടത്. അതുപോലെ തന്നെ ഈ റോഡ് പാർക്കിൽ ഇടയിലൂടെ പോയിട്ട് വേണം നമ്മൾ ആ ഒരു ടോപ്പിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കേട്ടോ. മൊത്തം പാറയും കാര്യങ്ങളൊക്കെയാണ്. സ്ലിപ്പായി കഴിഞ്ഞാൽ പാറക്കെട്ടിന് നടുക്കുണ്ടാവും. നമ്മൾ കുറച്ച് ആൾക്കാർ മുമ്പിലോട്ട് പോകുന്നുണ്ട് കേട്ടോ ടോപ്പിലോട്ടായിട്ട്. നമ്മൾ വിചാരിച്ച് നമ്മൾ രണ്ടുപേരും ഒറ്റയ്ക്കാണെന്ന്, പക്ഷേ കുറച്ച് ആളുകൾ ടോപ്പിലോട്ട് നടന്ന് കയറുന്നുണ്ട്. നമ്മളങ്ങനെ കയറ്റം കുറച്ചും കൂടി കുത്തിനായി കേട്ടോ. അസലമേ കേറിയത് വെറും 20% മാത്രമേ കേറിയിട്ടുള്ളൂ. ഇനി 80% ഒറിജിനൽ ട്രക്കിംഗ് ആട്ടോ. അതായത് കുത്തനുള്ള കയറ്റം, പാറക്കടയിലൂടെ കുത്തനുള്ള കയറ്റമാണ്. നമ്മൾ ഇത്രയും കയറി സ്റ്റെപ്പൊക്കെ കയറിയിട്ടാണ് കയറിയത്. പക്ഷേ ഇനി ഇതുപോലുള്ള വഴികളിൽ കൂടി അങ്ങനെ കയറണം കുത്തന. അപ്പോൾ നമ്മൾ മുള കയറി വരുന്ന രണ്ടാളെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആണ് എത്ര ദൂരം ഉണ്ട് ഇനി? കാവാസി എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ. 1 കിലോമീറ്റർ അല്ലേ, 1 മിനിറ്റ് അല്ലേ? ഓക്കെ. അപ്പോൾ 1 കിലോമീറ്റർ കുത്തനുള്ള കയറ്റാട്ടോ. ഇനി നോക്കിയേ, ഈ പാറക്കല്ലിൽ ഏറ്റവും ടോപ്പിലായിട്ടോ നമ്മൾ. അസലമ കയറി നോക്കി കഷ്ടപ്പെട്ടിട്ട്. അസലമേ നോക്കിയേ. അപ്പോൾ നമ്മൾ അസലമ കയറി നമ്മളെ നടുവിലെത്തി കേട്ടോ. അസലമേ 80% കയറിയൊക്കെയാണ്. ഇനിയും എത്ര കയറ്റങ്ങൾ ബാക്കിയില്ല. പാറക്കെട്ടിൻ്റെ ഇടയിലൂടെ കയറ്റണ്ടേ. അസലം എങ്ങനെയുണ്ട്? ഒരു റിവ്യൂ പറഞ്ഞേ, ടോപ്പ് റിവ്യൂ. ഇതുവരെ കയറിയതിൽ വെച്ചിട്ട് വേറെ തന്നെ ഒരു പ്രത്യേക അനുഭവം. ഇത് ആദ്യമായിട്ടാണ് പാറകൾക്കിടയിലൂടെ ഇങ്ങനെ കയറുന്നത്. അതെ, ഒരു വഴി ഉണ്ടാകാറുണ്ടല്ലേ. സാധാരണ ചാറിലും മണ്ണുണ്ട്, ഇത് ഫുള്ള് പാറയായതുകൊണ്ട് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കയറാൻ വേണ്ടി പറ്റും. എന്തായാലും നമ്മൾ കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി ഈ ഒരു പോയിന്റിൽ ഇരിക്കുകയാണ്. അപ്പം നമുക്ക് വ്യൂ നോക്കിയേ. അവിടെ നമ്മളെ തിരുവനന്തപുരം കന്യാകുമാരി റോഡ് ഹൈവേ താണ്ട് അതിലൂടെ പോകുന്നുണ്ട്. നോക്കിയേ, ഇനി നമ്മൾ ഈ ഒരു വഴി കയറിയിട്ട് എനിക്ക് തോന്നുന്നു ആ ടോപ്പിലാണെന്ന് തോന്നുന്നു നമ്മൾ എത്തേണ്ടത്. അപ്പോൾ ഇനിയും ഒരുപാട് ദൂരം ഇനി സഞ്ചരിക്കാനുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു അപകടം പിടിച്ച വഴികളും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് വിശ്രമിക്കാൻ ഇരുന്നതാണ്. ഇനിയും ഏകദേശം ഒരു 30% കൂടി കയറാനുണ്ട് മല ടോപ്പിലായിട്ട്. അസലമേ തളർന്നു കേട്ടോ, കാരണം നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ആ വ്യൂ നോക്കിയ കുത്തിനുള്ള പാറക്കയറ്റാട്ടോ. കുത്തന ഭയങ്കര ടാസ്ക് പിടിച്ച കയറ്റവും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ പിന്നെ അങ്ങ് കാണുന്നത് കേരളത്തിന്റെ ഇന്ത്യയുടെ എൻഡാണ് കേട്ടോ. കാരണം അതിൻ്റെ അപ്പുറം ഫുള്ള് കടലാണ്. നിങ്ങൾ കണ്ട ആ പച്ചപ്പ് കഴിയുന്നതിൻ്റെ അപ്പുറം കടലാണ്. അപ്പോൾ അതിൻ്റെ ഫുൾ വ്യൂ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ കയറിയ കാണാൻ വേണ്ടി പോട്ടെ. എൻ്റെ പിറകിൽ കാണുന്ന വഴിയിലോട്ട് പോകണം നമുക്ക് ടോപ്പിലെത്താൻ വേണ്ടിയിട്ട്. ഇനിയും ഒരു 20% കയറാനുണ്ട്. നമ്മൾ കേരളത്തിനുള്ളിൽ നിന്നല്ലേ വെയിലല്ലേ, ഇവിടെ ഭയങ്കരം, തമിഴ്നാട്ടിൽ ഭയങ്കര വെയിലാണ്. അപ്പോൾ നമുക്ക് നല്ല വ്യൂ പോയിന്റ് ഇരുന്ന് കുറച്ച് ഇരുന്ന് കാഴ്ചകൾ കണ്ടിട്ട് മുകളിലോട്ടേക്ക് കയറാം കേട്ടോ. നമ്മൾ കയറി ഇനി ആ വഴിയില്ല വരുന്ന അസലമേ 90% എത്തിയിരിക്കുകയാണ്. നോക്കിയേ, എന്താ പറയാ, കുത്തിനുള്ള കയറ്റായത് കൊണ്ട് ഭയങ്കര ബ്രീത്തിങ്, ഭയങ്കര ശ്വാസം എടുപ്പാണ്. ഓക്കെ അസലമേ എനക്ക് പ്രശ്നമൊന്നുമില്ല. അവൻ വെറുതെ പറയുന്ന കേട്ടോ. ഭയങ്കര ഹാർഡാണ് കയറ്റവും കാര്യങ്ങളൊക്കെ. പക്ഷെ വ്യൂ കാണുമ്പോൾ ഒരു സമാധാനമുണ്ട്. പക്ഷെ ഇവിടെ കുറേ പേര് ലവേഴ്സിൻ്റെ ഒക്കെ പേര് എഴുതി വെച്ചിട്ടുണ്ട് കല്ലിൻ്റെ മുകളിലായിട്ട്. മറ്റേ അസ്ലം ലൗസ് എന്നൊക്കെ പറഞ്ഞിട്ട്. അസ്ലം അല്ലല്ലോ, അപ്പൊ ഇവിടെ കൊറേ പേര് ലവേഴ്സിന്റെ ഒക്കെ പേര് മഷിയൊക്കെ എടുത്ത് പെയിന്റൊക്കെ എടുത്ത് വന്നിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ ആ വ്യൂ പോയിന്റ് അടുത്ത്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് ഇടരുതെന്ന് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ഡു നോട്ട് ത്രൂ പ്ലാസ്റ്റിക് എന്ന് എഴുതിയിട്ടുണ്ട്. മൊത്തത്തിലൊരു വൻ സംഭവമാക്കിയിട്ടാണ് ഈ ഒരു. അതുപോലെ തന്നെ അവിടെ ഒരു ഡസ്റ്റ്ബിന്നും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഏകദേശം ടോപ്പിൽ നടന്നെത്താറായി കേട്ടോ. നമ്മൾ കയറി ഏറ്റവും ടോപ്പിൻ്റെ അടുത്തെത്തിയിരിക്കുക. അപ്പോൾ പോകുന്ന വഴിക്ക് പാറക്കല്ലിൽ ഒരു എഴുത്ത് കണ്ടു, സരസ്വതി ഗോപാലൻ കുടുംബ സംഗമം എന്ന് പറഞ്ഞ് ട്രിവാൻഡ്രം മരുങ്ങുംപുഴ ട്രിവാൻഡ്രം കേരള എന്ന് പറഞ്ഞൊരു ബോർഡ് കണ്ടു. അപ്പോൾ നിങ്ങൾക്ക് മുകളിലായിട്ടൊരു കൊടി കാണാൻ പറ്റും, അതാണ് ടോപ്പ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം അറിയാൻ കഴിഞ്ഞത്, ഇതിൻ്റെ ടോപ്പിനടുത്തായിട്ട് തന്നെ ഒരു ഗുഹയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. ആ കാഴ്ച നമ്മൾ എന്നാലിപ്പം കാണാൻ വേണ്ടി പോവാണ്. ഓക്കെ, അടിപൊളിയല്ലേ അസ്സലാമേ?
പൊളിയാണ് പൊളി. ഇവിടെ വ്യൂ ഉണ്ട് കേട്ടോ. ഈ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വിവേകാനന്ദ പാറയും ആ ഒരു അറബിക്കടലും കാര്യങ്ങളൊക്കെ, അതായത് ഇന്ത്യയുടെ നമ്മുടെ ഈ ഒരു ഭാഗത്തിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലെ വിവേകാനന്ദ പാറയൊക്കെ നമുക്ക് ദൂരെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല. ദൂരെ എൻ്റെ കൈൻ്റെ സ്ട്രൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മുടെ ഹൈവേ അതേരെ പോവാണ്. ഹൈവേ നമ്മളിതിൻ്റെ ഏറ്റവും ടോപ്പ് ഇതാണ് ടോപ്പ് ഇതാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്തി കേട്ടോ. അവിടെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതായിട്ട് നല്ല തണുത്ത കാറ്റ് കേട്ടോ. തണുത്ത കാറ്റാണ് മുകളിലെത്തിയാൽ. അപ്പോൾ ഇവിടെ ഗുഹ ഉണ്ട് കേട്ടോ. ഒരു ഗുഹയാണ് ഇവിടുത്തെ പ്രസിദ്ധി. ആ ഗുഹ തായാലും അതുപോലെ തന്നെ വ്യൂ പോയിന്റ് മുകളിലുള്ളൂ. അപ്പോൾ ഗുഹേനെ കുറിച്ചിട്ട് അതായത് രാജാക്കന്മാർ കാലത്ത് സിദ്ധന്മാരൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട്. അതിൽ എനിക്ക് കുറിപ്പിട്ടാളായിട്ടുള്ളത് സട്ടം സ്വാമിജി അവർ. സട്ടം സ്വാമിജി ഇപ്പം അയ്യാ വൈകുണ്ഠസ്വാമി കേരള ശ്രീ നാരായണ ഗുരു ഒക്കെ ഇവിടെ ഞാൻ ധ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ സിദ്ധർകൾ രാജാമാർ കാലത്തിലുള്ള കാലത്തുള്ള സ്വാമിമാരൊക്കെ ഇവിടെ ധ്യാനത്തിൽ വന്ന് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ അന്ന് പവർ ഇപ്പം ഇருக்கு. അതാണ് ഭക്തர்கள் തുള വേണ്ടി പറഞ്ഞു. അങ്ങനെ അപ്പോൾ ഒരുപാട് വർഷം രാജാക്കന്മാരെ വർഷം പഴക്കമുള്ള ഗുഹയാണ് ഇവിടെ ഉള്ളത്. ഇപ്പോൾ അതായത് വ്യൂ പോയിന്റ് ടോപ്പിലും അല്ലേ? അതായത് ഈ വ്യൂ പോയിന്റ് പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കടലൊക്കെ കാണാൻ പറ്റും. എങ്ങനെയാണ്? പറ്റും. ഇത് കന്യാകുമാരിയാണ്. അടുത്ത് കാണില്ല, തിരയടിക്കില്ല. അതായത് ആ കാണുന്നതല്ലേ വിവേകാനന്ദ പാറ കാണുന്നതല്ലേ? അതൊക്കെ ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും. കാണാൻ പറ്റും ആ ടോപ്പിൽ പോയി കഴിഞ്ഞാൽ അല്ലേ? ഓക്കെ, ശരി. എന്നാൽ പൂജാരിയാണ്. പൂജാരി ഉണ്ടല്ലോ അവിടെ. നിങ്ങൾ പൂജാരി, നിങ്ങൾ പേരെന്തായാലും? ഗണപതി. സ്ഥലം ആ വരുന്ന ഗ്രാമത്തിൽ തന്നെ അല്ലേ? ഓക്കെ. സന്തോഷം. നമ്മൾ മോള് പോയിട്ട് വരുമല്ലേ? മഴ വരുമ്പോൾ വെള്ളം കിട്ടും. അങ്ങനെ നമ്മൾ മോള് പോയിട്ട് വരാം. അപ്പം നിങ്ങൾ കേൾക്കണം. കാരണം ഒരു ഹനുമാൻ ഈ ഒരു മലയെടുത്ത് പോകുമ്പോൾ അതിൽ നിന്ന് വീണ ഒരു പാറക്കല്ലാണ് ഇപ്പം ഈ ഒരു മലയായിട്ട് അല്ലേ അശ്രമേ? പ്രശസ്തമായിട്ട് ഒരുപാട് സ്വാമി, നമ്മുടെ ശ്രീനാരായണ ഗുരുജി അടക്കം ഒരുപാട് രാജാക്കന്മാരുടെ കാലത്തുള്ള സ്വാമിമാരൊക്കെ ഇവിടെ ധ്യാനത്തിൽ നിന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഗുഹയും കാര്യങ്ങളൊക്കെ താഴെയുണ്ട് കേട്ടോ. നമുക്ക് എന്തായാലും ഫസ്റ്റ് ആ ഒരു വ്യൂ പോയിന്റ് കണ്ടിട്ട് താഴെ പോയിട്ട് ഗുഹയിൽ കാഴ്ചകൾ കാണാം കേട്ടോ. നടന്ന ദേശം ടോപ്പിൽ എത്തി കേട്ടോ. അസലം ഇതിലെ ടോപ്പ് മലയുടെ പേരെന്തായിരുന്നു? മലന്റെ പേര് മറന്നു പോച്ച്. അപ്പൊ ഇതാണ് ടോപ്പ്. രാത്രിയുടെ തീയിട്ട് കത്തിക്കപ്പോ ഇതാണ് ഇവിടെ ഒരു, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഗണപതി പ്രതിഷ്ഠയാണെന്ന് തോന്നുന്നു എനിക്ക് കണ്ടിട്ട്. ഗണപതി അല്ല, ഹനുമാൻ പ്രതിഷ്ഠിച്ചു കേട്ടോ. ഹനുമാൻ്റെ പ്രതിമയും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. ഇവിടെ പൂജ നമ്മളിപ്പോൾ ഇവിടുന്ന് കണ്ടത് പൂജാരി ആട്ടോ, ഇവിടെ പൂജ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒരു ഗണപതിൻ്റെ ഒരു പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഒരു ഹനുമാൻ്റെ, സോറി കേട്ടോ, ഗണപതി അല്ല, മാറിപ്പോയി. നമ്മുടെ ഹനുമാൻ്റെ പ്രതിഷ്ഠയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഹനുമാൻ്റെ ഒരു കൊടിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ടോപ്പിൽ, ഈ ഒരു പാറ ഏറ്റവും ടോപ്പിലായിട്ട് പാറിപ്പറക്കുന്നുണ്ട്. ഈ വ്യൂ ഉണ്ട് നിങ്ങൾ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കന്യാകുമാരി മൊത്തം, അതായത് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടുന്ന് കടൽ തുടങ്ങും. ഇങ്ങനെ വന്നിട്ട് നമ്മൾ വിവേകാനന്ദ പാറയൊക്കെ ആ നേരെ കാണുന്നുണ്ട്. വിവേകാനന്ദ പാറയും കാര്യങ്ങളൊക്കെ ഇതാ ആ നേരെ കാണുന്നതാണ്. അത് ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഹനുമാൻ്റെ ഒരു പ്രതിമയും കാര്യങ്ങളൊക്കെ ഉണ്ട്, വിഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നോക്കിയേ വ്യൂ നോക്കിയേ, ഒരു രക്ഷയില്ലാത്തതാണ്. അപ്പോൾ നമ്മൾ അസ്ലം ആ ഒരു കൊടിൻ്റെ ഈ ഒരു മലൻ്റെ, അതായത് ഈ ഒരു മലൻ്റെ ഏറ്റവും ടോപ്പിലുള്ള കൊടിൻ്റെ ടോപ്പിൽ നമ്മൾ അസ്ലം കയറിയിരിക്കുകയാണ്. അസ്ലം അടുത്ത കാഴ്ച എന്താണ്? മനോഹരം, ഏറെ മനോഹരമായ കാഴ്ചയാണ് അസ്ലം പറയുന്നത്. എൻ്റെ അസ്ലമേ, ഇവിടുന്ന് കന്യാകുമാരി മൊത്തത്തിൽ കാണാം കേട്ടോ. നമ്മൾ ഈ മലൻ്റെ ഏറ്റവും ടോപ്പിലായിട്ടാണ് ഇപ്പോൾ നിന്ന് സംസാരിക്കുന്നത്. കന്യാകുമാരി ബീച്ചും നോക്കിയേ, വിവേകാനന്ദ പാറ ദാ അവിടെ കിടക്കുകയാണ്. കന്യാകുമാരി ബീച്ചൊക്കെ അതാണ്. അതുപോലെ തന്നെ അവിടെ ഒരു കാറ്റാടി കറങ്ങുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് മലകൾ ഈ സറൗണ്ടിങ്സിലായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് കാറ്റാടി ഫാമുകൾ അവിടെ കാണുന്നുണ്ട്. കന്യാകുമാരി ബീച്ചും കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ശ്രീലങ്കയില്ലേ, രാമേശ്വരം പമ്പം പാലം, ആ ഒരു ധനുഷ്കോടി ഭാഗം, അതിതാ അവിടെയാണ് കേട്ടോ. അതായത് കന്യാകുമാരി ബീച്ച് ഇതാ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ പോയിട്ട് പിന്നെ അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് പോവുകയാണ്. അപ്പോൾ ആ ഒരു സൈഡാണ് നമ്മുടെ ശ്രീലങ്കയിലെ അതിർത്തിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഹൈവേ ഇതാ അവിടെ കടന്നുപോയി നീളത്തിൽ പോവാണ്. അപ്പോൾ ഇതാട്ടോ സ്ട്രെയിറ്റ്. അസലം രണ്ട് വാക്ക്
നേരെ പോയിക്കാൻ നമുക്ക് കടല് അങ്ങോട്ട് പോയിക്കാൻ അതെ, വളരെ മനോഹരമായിട്ട് പോയി കേട്ടോ. ഇവിടെ ഒരു കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹനുമാൻ സ്റ്റാച്ചു അവിടെ ഉണ്ട്. മൊത്തത്തിലൊരു ഇത്ര നേരം നടന്ന് കയറിയാലെന്നാ അവസാനം ടോപ്പിലെത്തിയപ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി ആട്ടോ. കാരണം കുറേ ഗ്രാമങ്ങൾ ഇങ്ങനെ നമുക്ക് കാണുകയാണ് ചുറ്റുമായിട്ട്. കന്യാകുമാരീൻ്റെ മൊത്തം വ്യൂ, ഓക്കെ, അതായത് കന്യാകുമാരി പട്ടണത്തിൻ്റെ മൊത്തം വ്യൂ നമുക്ക് ഈ ഒരു മലയുടെ ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ വേണ്ടി പറ്റും. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇവിടുന്ന് കീഞ്ഞോട്ടെ, ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കീഞ്ഞിട്ട് നമ്മൾ നേരെ ആ ഒരു ഹനുമാൻ ടെമ്പിൾ ഏറ്റവും ടോപ്പിൽ മരുതുമല ടോപ്പിലേക്ക് കിടക്കുകയാണ്. നമ്മളിതിനെ ഗുഹയിലോട്ട് പോവാണ്. അപ്പോൾ ഗുഹയിൽ നിന്ന് ഇവിടുന്ന് താഴോട്ടായിട്ടാണ് ഗുഹയും കാര്യങ്ങളൊക്കെ വരുന്നത്. നമുക്ക് എന്തായാലും കീ ആട്ടോ, താഴോട്ട് കീഞ്ഞിട്ട് ആ ഒരു ഗുഹൻ്റെ ഏറ്റവും ടോപ്പിൽ എത്താൻ വേണ്ടി പറ്റും. നമ്മൾ മരുതുമല ടോപ്പിൽ നിന്ന് കീഞ്ഞു നമ്മൾ നേരെ ഒരുപാട് മഹാന്മാരായിട്ടുള്ള സ്വാമിമാർ, അതായത് ശ്രീനാരായണ ഗുരു അടക്കം ഒരുപാട് ഗുരുക്കൾ ധ്യാനിച്ചിട്ടുള്ള മരുതുക മലയിലുള്ള ആ ഒരു ഗുഹൻ്റെ അടുക്കലാണ് നമ്മളിന് പോകാൻ വേണ്ടി പോകുന്നത്. ഗുഹ നമുക്ക് ഈ ഒരു പാറ, നമുക്ക് ആ വ്യൂ നോക്കിയാൽ കന്യാകുമാരി മൊത്തം വ്യൂവിൻ്റെ ആ ഒരു പാറക്കെട്ടിൻ്റെ ഇടയിലായിട്ട് ഈ ഒരു ഗുഹ കാണാൻ വേണ്ടി. ഈ ഒരു ഗുഹൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല തണുപ്പായിരിക്കും കേട്ടോ ഉള്ളിൽ. അങ്ങനെയാണ് ഇവിടുത്തെ സ്വാമി, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട സ്വാമിജി പറഞ്ഞത്. അതായത് ഈ മല ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു ഗുഹയിൽ എപ്പോഴും നല്ല തണുപ്പായിരിക്കും. അവർ പാറക്കെട്ടിൻ്റെ ഇടയിലുള്ള ആയതുകൊണ്ടാവാം നല്ല തണുപ്പും കാര്യങ്ങളും ഉള്ളത്. ഇവിടെ പിന്നെ മെയിനായിട്ട് കാണാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കിയേ, എല്ലായിടത്തും ഓരോ വെള്ളക്കെട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയും അവിടെയൊക്കെ ആയിട്ട്. കാരണം ഇവിടെ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളാണ്. ഈ കന്യാകുമാരീൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൃഷി ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് മൊത്തത്തിൽ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ അസ്ലം ഉള്ളോട്ട് പോയി കേട്ടോ. അസ്ലം എങ്ങനെയുണ്ട്? ഇതിൻ്റെ അടിയിലാണ് ആ ഒരു സ്ഥലം വരുന്നത്. അപ്പം നമ്മൾ ഗുഹൻ്റെ ഉള്ളിലോട്ട് കയറുക കേട്ടോ. കുറച്ച് ഇടുങ്ങിയ ഒരു രീതിയിലുള്ള ഗുഹയും കാര്യങ്ങളൊക്കെയാണ്. ആൾക്കാരുണ്ട് കേട്ടോ, കുറച്ച് തായലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ കുറച്ച് ആൾക്കാർ ഇരുന്നിട്ടുണ്ട്. അസ്ലമേ എന്നെ കീഞ്ഞത് അവർ നോക്കിയിട്ട് നമ്മൾ ഗുഹൻ്റെ ഉള്ളിലെത്തി കേട്ടോ. ഇതാണ് ഗുഹൻ്റെ ഉള്ളിലായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ശ്രീനാരായണ ഗുരു അടക്കമുള്ള ഒരുപാട് മഹാന്മാർ ധ്യാനത്തിരുന്നു കേട്ടോ. ഇവിടെ ചെറിയൊരു റൂമും കാര്യങ്ങളും പാറയുടെ അടിയിലായിട്ട് ആക്കിയ റൂമും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കല്ലും ഉണ്ട് കേട്ടോ, കല്ലും കളിമണ്ണും കൊണ്ട് ഉണ്ടാക്കിയതാണ്. നമ്മൾ അസ്ലം അവിടെ ഒരു സൈഡിലായിട്ടുണ്ട്. അസ്ലം വീണ് കേട്ടോ. അസ്ലം ഇതെങ്ങനെയുണ്ട്? റെസ്റ്റ് ഇൻ പീസ് ആണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്താട്ടോ, ഈ മരുതുകുമലൻ്റെ അടിയിലുള്ള ഈ ഒരു ഇവിടെ ആയിട്ടാണ് നമ്മുടെ എന്തായിട്ട് ശ്രീനാരായണ ഗുരുവും ഒരുപാട് രാജാക്കന്മാരുടെ കാലത്തുള്ള ഒരുപാട് ഗുരുക്കന്മാർ സ്വാമിമാർ ധ്യാനത്തിലിരുന്നത് ഈ ഒരു സ്ഥലത്തായിട്ടാണ് വരുന്നത്. ഈ ഒരു വലിയ എൻ്റെ മോനെ 2 പാറക്കെട്ടിൻ്റെ അടിയിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ, ഒരു രക്ഷയില്ലാത്ത വ്യൂ ആട്ടോ. അങ്ങത്തോളം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ മരുതുമല ചരിത്രം നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു വീഡിയോയിൽ കൂടി മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കാഴ്ചകൾ, ഈ ഒരു ഗുഹൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കേട്ടോ.
നിങ്ങൾ എൻ്റെ പിറകിൽ കാണുന്നത് കന്യാകുമാരി പട്ടണം കേട്ടോ. മൊത്തത്തിൽ അങ്ങത്തോളം നീണ്ടു നിവർന്ന കന്യാകുമാരി പട്ടണം എൻ്റെ പിറകിൽ കാണുന്നത്. ആ പട്ടണത്തിൻ്റെ നേരെ വ്യൂ ഉള്ളത് നമ്മുടെ മരുതകമല ആ ഒരു ഗുഹൻ്റെ ആ ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് ഡേഞ്ചർ ആട്ടോ. ഇവിടുന്ന് വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല കേട്ടോ. അത്ര ഹൈറ്റിലായിട്ട് കന്യാകുമാരി ഏറ്റവും ടോപ്പിലായിട്ടുള്ളൊരു മലയാണ് നമ്മളെ അഗസ്തീശ്വരം താലൂക്കിലുള്ള കന്യാകുമാരി ജില്ലയിലുള്ള മരുതമല ഹില്ല് എന്ന് പറയുന്ന സ്ഥലം കേട്ടോ. ഇവിടെ ഈ ഗുഹൻ്റെ അടുത്ത് ശ്രീനാരായണ ഗുരു മെഡിറ്റേഷണൽ പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ശ്രീനാരായണ ഗുരുജി നമ്മുടെ ധ്യാനത്തിരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ആ ഒരു സൈഡിലായിട്ടുണ്ട്, ആ ഒരു വ്യൂ പോയിൻ്റ് ആ ഒരു സൈഡിലായിട്ടുണ്ട്. നമുക്ക് എന്തായാലും അത് നോക്കാം കേട്ടോ. ഇതിനുള്ളിലല്ലേ? ഇതാ അവിടെ ചെറിയൊരു വിളക്കും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പോവാ. ഇപ്പോൾ ഇതിനുള്ളിലുണ്ടാ? ഇല്ല, അതിനുള്ളിലില്ല. അപ്പോൾ ഇവിടെയാണ് അവിടെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഈ ഒരു മരുതകമലയുടെ ടോപ്പിലായിട്ട് ഒരു പാറൻ്റെ അടിയിലായിട്ട് ധ്യാനത്തിരുന്നത് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ വേണ്ടി പറ്റും ആ ഒരു ഇരുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളിവിടെ കുറച്ച് തരാം. ഇവിടെ നമ്മൾ എത്ര മല ടോപ്പിലെത്തി കഴിഞ്ഞാൽ ഇവിടെ ആ ഒരു പാറക്കെട്ടിൻ്റെ അടിയിലായതുകൊണ്ട് ഭയങ്കര ചൂടുണ്ട് കേട്ടോ. ചൂടല്ല, സോറി, മാറിപ്പോയി, നല്ല തണുപ്പുണ്ട് കേട്ടോ. പാറക്കെട്ടിൻ്റെ ആ ഒരു സൂര്യൻ്റെ പ്രകാശം എത്താത്തത് കൊണ്ട് നല്ല തണുപ്പും കാര്യങ്ങളും. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ധ്യാനത്തിലിരുന്നു കൊണ്ട് ധ്യാനിച്ചുകൊണ്ട് കുറച്ച് വിശ്രമിച്ചുകൊണ്ട് നമ്മൾ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് കന്യാകുമാരി ആ ബീച്ചും വിവേകാനന്ദ പാർക്കിലൂടെ പോകാനാണ്, എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടി ഉള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥലം, ഈ ഒരു മരുതകമല നമ്മൾ തിരഞ്ഞെടുക്കാനുള്ള മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ആരും കന്യാകുമാരി വരുന്ന എൻ്റെ അറിവിലുള്ള ആരും പൊതുവേ ആരും ഇത് എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല. അതായത് ഈ ഒരു മലിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കന്യാകുമാരി പട്ടണം മൊത്തം കാണാൻ വേണ്ടി പറ്റും. ഇത്തിരി കഠിനാട്ടോ. പക്ഷെ ആൾക്കാരും കുട്ടികളും പ്രായമുള്ള ആൾക്കാരൊക്കെ സ്ത്രീകളൊക്കെ ധൈര്യമായിട്ട് കയറി ദിവസം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ എന്താ നമ്മൾ ആദ്യം വരുന്നത് കൊണ്ടാവാം ഇത്രയും കഠിനമായത്. പക്ഷേ ഈ ഒരു മല എല്ലാവരും ദിനംപ്രതി കയറി ഇറങ്ങുന്നുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഇവിടുന്ന് കുറച്ച് ഇരുന്നിട്ട് നമ്മൾ താഴെ പോകും കേട്ടോ. ഇനി ഹൈവേയിലോട്ട് പോയിട്ട് നമുക്ക് കന്യാകുമാരിയിലോട്ട് പോകണം. അപ്പോൾ അസ്ലം അസ്ലം ഈ ഒരു കീറ്റത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? ഇത് വളരെ കായികപരമായിട്ടുള്ളൊരു കീച്ചലാണ്. അവിടേക്ക് താഴെ കീയാണ്. അസ്ലം എന്താണ് പറയാനുള്ളത് ഈ ഒരു കീച്ചത്തെ കുറിച്ച്? അപ്പോൾ കുത്തനുള്ള കീച്ചാട്ടോ. നമ്മൾ ഏകദേശം കുന്ന് കീഞ്ഞ് തുടങ്ങി കേട്ടോ. സമയം ഏകദേശം 12 മണിയുടെ അടുത്തിരിക്കുകയാണ്. നമ്മളിന് നേരെ കുന്ന് കീഞ്ഞിട്ട് നേരെ കന്യാകുമാരി പോകേണ്ട പരിപാടി കേട്ടോ. അതുപോലെ താഴെ നമ്മളെ ഒരാൾ വെയിറ്റ് ചെയ്യുന്നുമുണ്ട്. ഒരു ഭക്തി ഗാനമൊക്കെ കേൾക്കാൻ വേണ്ടി ഒരു പ്രശസ്തനായ ഒരു വ്യക്തി നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അദ്ദേഹത്തിൻ്റെ പാട്ടൊക്കെ കേട്ട് നമുക്ക് നൈസായിട്ട് താഴെ പിടിക്കാം കേട്ടോ. അത്രയും നോക്കി കീ കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു പഴയ ഹനുമാൻ്റെ ടെമ്പിളിൻ്റെ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹനുമാൻ അവിടെ ചാരി നിൽക്കുന്നത് പോലുള്ള ഒരു രൂപം നമുക്ക് കാണാൻ വേണ്ടി പറ്റുമല്ലേ? കുറച്ചും കൂടി വ്യക്തമായിട്ട് ആ ഒരു ഭാഗത്ത് പോയി കാണാൻ പറ്റുമല്ലേ? താഴോട്ട് പോയി കഴിഞ്ഞാൽ ഹനുമാൻ അവിടെ ചാരി ഇരിക്കുന്ന രൂപത്തിലുള്ള ഒരു ഒരു ഷേപ്പിൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ കുറച്ച് സ്വാമിമാരെ നമുക്ക് പരിചയപ്പെട്ടിരുന്നു. നിങ്ങളുടെ പേരെന്തായിരുന്നു? ഗാന്ധി. ഇവിടെ കുറേ കൊല്ലമായോ? പക്കത്തില വീട് ഇവിടെ അടുത്തന്നെ. അങ്ങനെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ദാനമൊക്കെ ആയിട്ട് പോകുന്നതല്ലേ? നമുക്ക് വേറെ 2-3 ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പരിചയപ്പെടാം. നിങ്ങളുടെ പേരെന്തായിരുന്നു? എൻ്റെ പേര് പൊന്നുസ്വാമി. പൊന്നുസ്വാമി. ഇവിടെ എത്ര കൊല്ലമായി? ഞാൻ വന്ന് 25 കൊല്ലമായി. 25 വർഷമായി ഇവിടെ വിളക്ക് കത്തിക്കുന്നത്. വിളക്ക് കത്തിച്ചിട്ട് അതിക്ക് മുമ്പ് ഒരുപാട് ദിവസമായി ഇവിടെ വന്നു. അങ്ങനെ മെയിനായിട്ട് 25 കൊല്ലം ഇവിടെ വന്ന് വിളക്ക് കത്തിക്കുന്നത്. വിളക്ക് കത്തിച്ചിട്ട് 25 പിന്നെ വീട്ടിൽ പോകും. ഇനി ഉച്ചയ്ക്ക് ആഹാരം. സ്വാമീനെ നമ്മൾ പരിചയപ്പെട്ടതാണ്. വേറെന്തായിരുന്നു? இந்த സ്ഥലം ഇവിടെ അല്ല. എവിടെയാണ്? ഇവിടെ നിന്ന് ഒരു 30 കിലോമീറ്റർ. ഇവിടെ കുറേ ആയാലും വന്ന് സ്വാമി വരുന്നോ? സ്വാമിക്ക് ഞാൻ ആശ്രമം നമ്മുടെ ആശ്രമമുണ്ട്. അങ്ങനെ അവിടെ സ്വന്തം ആശ്രമമുള്ളതാണ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വന്ന് പോകുന്നതായിരിക്കും. അങ്ങനെ അവിടെ വന്നിങ്ങനെ ഇരിക്കുന്നു. സ്വാമി മിക്ക ദിവസങ്ങളിലൂടെ വരും. മലയിലൊക്കെ വന്നിട്ടേ പോയും കാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ. ഹനുമാൻ മെയിനായിട്ട്. അപ്പോൾ ഏറ്റവും മുകളിലുള്ളയോ? ഇപ്പൊ വെച്ചതല്ലേ? ഇത് പഴയ കാലത്ത് രാജഭരണ കാലത്ത് ഇതിന്റെ അടിയിൽ ഗുഹകളൊക്കെ ഉണ്ട്. തുരങ്കങ്ങളും ഗുഹയൊക്കെ ഇതിന്റെ അടിയിലുണ്ട്. 3000 കൊല്ലം പഴക്കണ്ട് ഇതിന്. ഈ ബിൽഡിംഗ് വന്നത് ഇപ്പാണ്. ബിൽഡിംഗ് 600 കൊല്ലമായി. അങ്ങനെ സുശീന്ദ്രാമ്പലം കെട്ടുമ്പോൾ ഇത് കെട്ടിയത്. അങ്ങനെ അവിടെ ഒരു കഥവുണ്ട് അകത്ത് ഗുഹ. ഇതിൻ്റെ അകത്ത് ആ കഥവൊക്കെ അങ്ങോട്ട് ഗുഹയല്ലേ? മേലെ ഒരു ഗുഹയുണ്ട്. അകത്ത് എന്നിട്ട് ഇങ്ങനെ നോക്കണം. ആ ഗുഹയടുത്തേക്ക് എത്താ പോയിട്ട് അകത്ത് പോയി ആരെ അങ്ങനെ വിടില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾ എന്നെ കൊണ്ടുപോയില്ല. ഞാൻ ഇവിടെ പണി ചെയ്തുകൊണ്ടുവന്നുകൊണ്ട് പോകാൻ കാണാൻ പറ്റും. അല്ലെങ്കിൽ സ്വാമിമാർ ധ്യാനത്തിന് ഇരുന്നതാ. അതിനകത്ത് അതിന്റെ ഉയരാര്യം ആദ്യം ധ്യാനത്തിൽ ഇരുന്നതാണ് ഹനുമാന്റെ അമ്പലം. അങ്ങനെ ഹനുമാൻ வந்து വിഗ്രഹം ഉണ്ട് ആദ്യം. ആ വിഗ്രഹത്തെ ഒരാൾ കൊണ്ടുപോയി
അത് കൊണ്ടുപോയിട്ട് തിരിച്ച് ഇവിടെ അവിടെ വയ്ക്കാതെ പറ്റില്ല. തിരിച്ച് കൊണ്ട് ഇവിടെ മണ്ണിക്കാടി ഇട്ട് അങ്ങനെ ആ വിഗ്രഹം വയ്ക്കാൻ പറ്റും, വേറെ വിഗ്രഹം കൊണ്ട് വയ്ക്കാൻ പറ്റില്ല. ഹനുമാന്റെ മാത്രമേ ഇവിടെ വിഗ്രഹം വെക്കാൻ പറ്റൂ? ഹനുമാൻ്റെ വിഗ്രഹം പുറത്തുകൊണ്ട് കൊണ്ടുവരാൻ പറ്റില്ല. ഇവിടെ ഉള്ളത് തന്നെ ഇവിടെ വെക്കണം. ഇവിടെ ഉള്ളത് തന്നെ വെക്കണം. അവിടെ ഉള്ളത് ഇപ്പോൾ കിട്ടില്ല, ഇപ്പം കിട്ടില്ല. എപ്പം കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ മണ്ണിന്റെ അടിയിലിട്ട് ശ്രീനാരായണ ഗുരു ഇവിടെ തന്നെ നിങ്ങൾ പോയി ആടെ ഒരു ഗുഹ ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു. അതിനകത്ത് 12 വർഷമായിരുന്നു ആ ഗുഹേന്റെ ഉള്ളില് അതിന് പുറത്തൊന്നും ചെയ്യൂലേ? പുറത്തിറങ്ങണമെന്ന് പറഞ്ഞാൽ വെള്ളം എടുക്കാൻ ഇങ്ങനെ പോകും. ഇവിടെ വന്നിട്ട് കന്നിമാർച്ചന എന്ന സ്ഥലമുണ്ട്, ഇതിലേ പോകണം. അവിടെ ചെന്ന് വെള്ളം എടുക്കും. പിന്നെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ പോയാൽ പാലാറമട എന്ന സ്ഥലമുണ്ട്. അവിടെ ഒന്നും നിങ്ങൾ പോയില്ല, അവിടെയൊക്കെ പോകേണ്ട സ്ഥലങ്ങളാണ്. അവിടെയും പോയിട്ടുണ്ട്. അല്ല അവിടെ പോയല്ല, അവിടെ ചെന്ന് വെള്ളം എടുക്കും, കുളിക്കും. ഇവിടെ വന്ന് വെള്ളം എടുക്കും, കുളിക്കും. അപ്പോൾ പിന്നെ മലയിൽ നിന്ന് താഴെ ഇറങ്ങില്ല. അങ്ങനെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പം നമ്മൾ താഴെയും അതെ അതെ, അന്നത്തെ കാലഘട്ടം അങ്ങനെ എൻ്റെ ഒരു സമയവുമായിരുന്നു. 12 വർഷം. കണ്ടിട്ടുണ്ടോ? അപ്പൊ ഇവിടെ എല്ലാ ഞായറാഴ്ചയും ഭക്ഷണ വിതരണം ഉണ്ട് കേട്ടോ, ഈ ഒരു ക്ഷേത്രത്തിലായിട്ട്. ചോറും എല്ലാ ഞായറാഴ്ചയും പിന്നെ കർത്താവ് വെളുത്താവ് ഭക്ഷണ വിതരണം ഉണ്ടാവും ഉച്ചയ്ക്ക്. അങ്ങനെ അങ്ങനെ കർത്താവ് വെളുത്താവ് താള വയ്ക്കും. താളമൊക്കെ ആയിരിക്കും അല്ലേ? ചോറും പച്ചക്കറിയാണ് അല്ലേ? എല്ലാം ചേർത്ത് എല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കിയതല്ലേ? വെജിറ്റബിൾ ബിരിയാണി. ഒരേ കറണ്ട് അവർക്ക് ഒരു വേള തന്നെ സാപ്പിടുന്നത്. നമ്മളിവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് കുറച്ച് ആൾക്കാരുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. അസ്സലാമേ, ഭക്ഷണം എങ്ങനെയുണ്ട്? ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ട്. വെജിറ്റബിൾ ബിരിയാണി. നേരത്തെ ഭക്തിഗാനം പാടിത്തരും എന്ന് പറഞ്ഞപ്പോൾ മല കയറുമ്പം നമ്മൾ കണ്ട ഭക്തിഗാനം പാടിത്തരാമെന്ന് പറഞ്ഞ ആ ഒരു സ്വാമീജിൻ്റെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സ്വാമീജി വരുന്നുണ്ട് പുറത്തേക്ക്. സ്വാമി നമുക്ക് ഭക്തിഗാനം, അപ്പോൾ അവിടെ ഒരു ഗുഹയുണ്ട്. ഗുഹയല്ല, ചെറിയൊരു പാറിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു സ്ഥലമാക്കി വെച്ചിട്ടുണ്ട്. അവിടെയാണ് സ്വാമീജി വിശ്രമിക്കുകയൊക്കെ ചെയ്യുന്നത്. ശങ്കര എന്നുള്ള പാട്ടിനെ ഐങ്കര എന്നാണ് ഞാൻ പാടുന്നത്. അത് നമ്മൾ എഴുതി ഉണ്ടാക്കിയ പാട്ടാണ്. പാടല്ലേ? ആ പാടി. ഓം നമ പാർവദേവതേ ഹര ഹര ഗോവിന്ദ നാമ സംഗീത കീർത്തനം ഗോവിന്ദ ഹര ഗോവിന്ദ. ഗജാനനം ഭൂതഗണാതിസേവിതം ഭവിത്വജംബൂവരദാരഭക്ഷിതം ഉമാസുതം ശോഭവിനാശകാരണം നമാമി ശ്രീവിഘ്നേശ്വരപാദപങ്കജം. വിഘ്നേശ്വര ഭഗവാൻ ജി. ഐങ്കര ആദിഗണനായക ദേവഗണനായക ജീവേശ്വര. ഐങ്കര ആദിഗണനായക ദേവഗണനായക ജീവേശ്വര. ആദിഗണപതി വന്നു തുണയ്ക്കണം ഈ ഭജനയ്ക്കു നന്നായി. ആദിഗണപതി വന്നു തുണയ്ക്കണം ഈ ഭജനയ്ക്കു നന്നായി. തെറ്റുകുറ്റങ്ങൾ പൊറുക്കണമെന്നും നീ കാക്കണം പൈതങ്ങളെ. തെറ്റുകുറ്റങ്ങൾ പൊറുക്കണം. അങ്ങനെ നമ്മൾ മല കയറിയിട്ട് അവിടെ നിന്ന് നല്ല ഫുഡ് കഴിച്ചു. ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാ ഞായറാഴ്ചകളിലും ശിവരാത്രി നവരാത്രിയൊക്കെ അവിടെ നിന്ന് ഉച്ചയ്ക്ക് ഫ്രീ ആയിട്ട് ഭക്തർക്ക് ഫുഡ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കഴിച്ച് നമ്മൾ
നൈസായിട്ട് താഴെ റോട്ടും എത്തി കേട്ടോ. നമ്മുടെ ഹൈവേ ഇതാ മുമ്പിൽ കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി നേരെ പോകുന്നത് കന്യാകുമാരിയിലോട്ടാണ്. കന്യാകുമാരി ബീച്ചും വിവേകാനന്ദ പാറയൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി അങ്ങോട്ട് പോകുന്നത്. ഇവിടുന്ന് ഏകദേശം 5 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ആരും അങ്ങനെ അറിയില്ല ഈ ഒരു സ്ഥലത്തെക്കുറിച്ച്. കന്യാകുമാരി വരുന്നവരാരും എത്തിപ്പെടാത്തൊരു അടിപൊളി സ്ഥലമാണ്. തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട ഒരു ട്രെക്കിംഗ് സ്പോട്ടാണ്. അതുപോലെ തന്നെ വ്യൂ പോയിൻറ്റും കാര്യങ്ങളും ഉള്ള സ്പോട്ടാണ്. കന്യാകുമാരി മൊത്തം അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. അപ്പോൾ പൊളിക്കല്ലേ, അടിച്ച് പൊളിക്കുക.